ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ 2023 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 60 മാർക്കിനാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. 2 മണിക്കൂറാണ് ടൈം. ഇനി നമുക്ക് നോക്കാം. ആദ്യത്തെ സെക്ഷൻ എയിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാണ്. ടോട്ടൽ സീലിംഗ് എത്രയാണ്? 20 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൽ 12 ക്വസ്റ്റ്യനാണ് എ പാർട്ടിൽ ഉണ്ടാവുക. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ജനറ്റിക്സ് ആൻഡ് ഹെറിഡിറ്റി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. കഴിഞ്ഞ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റേറ്റ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. ഇത്തവണ 2023 ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ എന്താണ് ടെസ്റ്റ് ക്രോസും ബാക്ക് ക്രോസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ എന്താണ് എപ്പിസ്റ്റാസിസ്, പിന്നെ മൾട്ടിപ്പിൾ അല്ലെൽസ് എന്താണെന്ന്. ഇത് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന കാര്യമാണ് മൾട്ടിപ്പിൾ അല്ലെൽസ് ഒക്കെ. പിന്നെ പ്ലാന്റ് ബ്രീഡിംഗ് ഡിഫൈൻ ചെയ്യാൻ, അതുപോലെ തന്നെ പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എഴുതാൻ. ഇതും റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ക്ലോണൽ സെലക്ഷനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ്. പിന്നെ മ്യൂട്ടാജൻ, എന്താണ് മ്യൂട്ടാജൻ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മ്യൂട്ടാജനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ് അടുത്തത്. പിന്നെ പ്യുവർ ലൈൻ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാർഡി വെയിൻബർഗ് ലോയും അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതും റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഹാർഡി വെയിൻബർഗിൻ്റെ ഇക്വിലിബ്രിയം, ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം, അതിൻ്റെ ലോയും ഒക്കെ. പിന്നെ വരുന്നത് ജനറ്റിക് ബേസിസ് ഓഫ് ഹെട്രോസിസ്, പിന്നെ പ്ലിയോട്രോപ്പി. അത്രയാണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി നമ്മൾ 5 മാർക്കിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ ബിയിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. 5 മാർക്കാണ് വരുന്നത്, 20 മാർക്ക് സീലിംഗ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ. ഞാൻ പറയില്ല, തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അക്വയർഡ് ക്യാരക്ടറിൻ്റെ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. എന്താണ് ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ്? ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിന് 2 തവണ എപ്പിസ്റ്റാസിസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എപ്പിസ്റ്റാസിസ് ഒക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. പിന്നെ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്, അതിനെക്കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ. പിന്നെ എന്താണ് പോളിപ്ലോയിഡി ബ്രീഡിങ്, അതിൻ്റെ സ്യൂട്ടബിൾ എക്സാമ്പിൾസ് കൊടുക്കാൻ. അടുത്തത് വരുന്നത് എന്താണ്, മ്യൂട്ടേഷൻ ബ്രീഡിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ വരുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻ്റ് ഇൻട്രാക്ഷൻ, അത് എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. പിന്നെ അടുത്ത വരുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പ്. കഴിഞ്ഞ ഒരു ഇതിലും ABO ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് ചോദിച്ചിരുന്നു. മൾട്ടിപ്പിൾ അലലിസത്തിൻ്റെ കൂടെയാണ് ABO ചോദിച്ചത്. ഇപ്പോൾ ABO ബ്ലഡ് ഗ്രൂപ്പിന് ചോദിക്കുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ അലലിസും അതിൻ്റെ കൂടെ തന്നെ കോഡോമിനൻസും എഴുതിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സി പാർട്ടാണ്. സി പാർട്ടിൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോണോ ഹൈബ്രിഡ് ഡൈഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് സ്യൂട്ടബിൾ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്ലാന്റ് ഇൻട്രൊഡക്ഷൻ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ട് ഒരു എസ്സേ എഴുതാൻ. ഇതിലൊന്ന് പ്ലാന്റ് ബ്രീഡിംഗ് എന്നും ഒരു ക്വസ്റ്റ്യൻ പ്ലാന്റ് ബ്രീഡിംഗ് എന്നും ഒരു ക്വസ്റ്റ്യൻ എന്തെന്നുമാണ് ചോദിച്ചിട്ടുള്ളത്, ജനറ്റിക്സ് എന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. 2023 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അത്യാവശ്യം കുഴപ്പമില്ല, വലിയ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊന്നുമല്ല. അത്യാവശ്യം ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് 2023 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എക്സാം എനിക്ക് തോന്നുന്നു ഏപ്രിലാണെന്ന് തോന്നുന്നു എക്സാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പോർഷൻസ് ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.